ശ്രീ ശൈലേഷ് ഇവിടെ സന്നിധരായിരിക്കുന്ന ശ്രീ കെ രവീന്ദ്രൻ, ശ്രീ അശ്വിൻ, ചിറ്റാരിപ്പറമ്പിൽ നടക്കുന്ന ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ച്, പ്രസക്തിയെക്കുറിച്ച് എനിക്ക് മുന്നേ സംസാരിച്ച വ്യക്തിത്വങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. വളരെ വേദനാജനകമായ, അത്യന്തം ഖേദകരമായ സംഭവങ്ങളാണ് നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 85% ഹിന്ദുക്കളുള്ള ഈ ഭാരതത്തിൽ ഹിന്ദുക്കളുടെ ഏറ്റവും ആരാധ്യ പുരുഷന്മാരിൽ ഒരാളായിട്ടുള്ള പൂർണ്ണാവതാരമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മജയന്തിയോടനുബന്ധിച്ചുള്ള ഒരാരാധന പോലും നടത്താൻ ഇവിടെ അനുവാദം കിട്ടുന്നില്ല എന്ന അത്യന്തം ഗുരുതരമായ ആരാധനാ സ്വാതന്ത്ര്യ നിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഗണേശോത്സവം നടത്താൻ പാടില്ല എന്ന് തിട്ടൂരമിറക്കിയിട്ട് ഗണേശൻ മിത്താണ് എന്ന് പറഞ്ഞ നേതാവിന്റെ അനുയായികൾ സാക്ഷാൽ ഗണപതിയുടെ വിശ്വാസികളുടെ ഗണേശോത്സവത്തെ തടയുന്നു, അപഹസിക്കുന്നു, ആക്ഷേപിക്കുന്നു, പുലഭ്യം പറയുന്നു. ശ്രീകൃഷ്ണ ജയന്തി നടത്താൻ സമ്മതിക്കുന്നില്ല. ഈ നാട്ടിലെ ഹിന്ദുക്കൾ, ഹൈന്ദവ വിശ്വാസികൾ, ശ്രീകൃഷ്ണ ഭക്തന്മാർ, ഗണേശ ഭക്തന്മാർ, അവർക്ക് അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന മൂടതയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കാം. ഹിന്ദുക്കള് പാകിസ്ഥാനിൽ പോയിട്ട് ശ്രീകൃഷ്ണ ജയന്തി നടത്തണോ? സൗദി അറേബ്യയിൽ പോയിട്ട് ഗണേശോത്സവം നടത്തണോ? ചൈനയിൽ പോയിട്ട് ശ്രീകൃഷ്ണ ജയന്തി നടത്തണോ? ഹിന്ദുക്കൾക്ക് അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവന്റെ ആരാധനാ സ്വാതന്ത്ര്യം ലഭ്യമാകുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നാണ് ഈ അക്രമിക്കൂട്ടം ഉദ്ദേശിക്കുന്നത്? ചിറ്റാരിപ്പറമ്പ് എന്ന് പറയുന്ന മേഖല ഇവിടെ അത്ര മോശമൊന്നുമല്ല. ഈ ശ്രീകൃഷ്ണ വിശ്വാസികളുടെ പ്രസ്ഥാനം, അവരുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഈ പഞ്ചായത്തിൽ 15 വാർഡിൽ 9 വാർഡിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. തീരെ ആളില്ലാത്തൊരു പ്രസ്ഥാനമൊന്നുമല്ല. ഇനി ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും, ശക്തി ഉണ്ടെങ്കിലും ശക്തിയില്ലെങ്കിലും, ഈ നാട് എന്ന് പറയുന്നത് ഇവിടെ അനുവദിച്ചിട്ടുള്ള ജനാധിപത്യപരമായ അവകാശമുണ്ട്. ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലികമായ അവകാശമുണ്ട്. ആ അവകാശങ്ങൾ നിഷേധിക്കാൻ നിങ്ങൾക്കാരും അനുവാദം തന്നിരിക്കുന്നു? നിങ്ങളിവിടെ RSS നിരോധിത മേഖല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ, ഈ കൂപമണ്ഡൂകങ്ങളുടെ പ്രവൃത്തി കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ തോന്നില്ല. എടോ CPM-മാരാ,
ഡൽഹിയിലെ RSSകാർ CPM നിരോധിത മേഖല എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചാൽ നിന്റെ സഹാക്കന്മാർ ചപ്പാത്തി നിന്നിട്ട് ഡൽഹിയിലെ ആഫീസിൽ അവിടെ ഇരുന്നിട്ട് കൂടുന്ന പോളിറ്റ് ബ്യൂറോ യോഗമുണ്ടല്ലോ. ആ പോളിറ്റ് ബ്യൂറോ നടക്കണമെങ്കിൽ, അവിടെ ആഫീസിൽ കയറണമെങ്കിൽ, ആഫീസിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ RSSകാരുടെ അനുഭവം വേണം. 100 കൊല്ലം പ്രവർത്തിച്ചിട്ട് 100 ആളെ ഡൽഹിയിൽ ഉണ്ടാക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് AKG ഭവനുണ്ട്. അവിടെ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതിന്റെ പരിസരത്തുള്ള മുഴുവൻ വാർഡുകളും ജയിച്ചിരിക്കുന്നത് BJP ആണ്. ആ വാർഡ് CPM ഇതുവരെ ഡൽഹിയിൽ പാർലമെന്റിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ? അസംബ്ലിയിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ? മുനിസിപ്പാലിറ്റിയിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടോ? 100 കൊല്ലമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ ഒരു സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഡൽഹി? ഞാനൊരു സഖാവിനോട് ചോദിച്ചു, അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോ മലയാളിയെ കണ്ണൂർ ജില്ലക്കാരനായ ഒരു സഖാവിനെ അയാളുടെ വീട്ടിൽ പോയി സംസാരിക്കുന്ന അയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ഒന്ന് മത്സരിച്ചൂടെ? അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞത്, മത്സരിച്ചാൽ പിന്താങ്ങാൻ BJPക്കാർ ആളെ തരുമോ? ഞങ്ങൾക്ക് പിന്താങ്ങാനാണ് വേണ്ടേ. നോമിനേഷനിൽ ഒപ്പിട്ട് കൊടുക്കാൻ പിന്താങ്ങാൻ ഒരാൾ പോലുമില്ല ഡൽഹിയിൽ. അങ്ങനെ ഇന്ന് വരെ ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും ഡൽഹിയിൽ മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 4 ടേമായിട്ട് ആ ഡൽഹിയിൽ 7 BJP 2 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എല്ലാ സീറ്റും ജയിക്കുകയാണ്. കഴിഞ്ഞ 10ലധികം കൊല്ലമായി ആപ്പിന്റെ കയ്യിലായിരുന്ന ഭരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഡൽഹി പിടിച്ചടക്കുകയും ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ ശക്തി പോട്ടെ, RSS എന്ന് പറയുന്നത് അവിടെ ബസ്തി എന്നാണ് പറയുക. RSSന്റെ ഒരു സ്ഥലത്തിന് ബസ്തി എന്നാണ് ഡൽഹിയിൽ പറയുന്നത്. മഹാനഗരമുണ്ട്, നഗരമുണ്ട്, ബസ്തിയുണ്ട്. ഡൽഹിയിൽ എല്ലാ ബസ്തിയിലും കഴിഞ്ഞ 30 കൊല്ലത്തിലധികമായി RSSന് ഡൽഹിയിൽ എല്ലാ ബസ്തിയിലും പ്രവർത്തനമുണ്ട്. ചേരി പ്രദേശങ്ങളിൽ പ്രവർത്തനമുണ്ട്, നഗരങ്ങളിൽ പ്രദേശമുണ്ട്, ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ പ്രവർത്തനമുണ്ട്. RSSന്റെ പ്രവർത്തനമില്ലാത്ത ഒരു തരി മണ്ണ് പോലും ഡൽഹിയിലില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവിടെ CPMന്റെ പ്രവർത്തനത്തിന് വല്ല തടസ്സവും ഉണ്ടാകുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അവിടെ ഇതുപോലെ CPM നിരോധിത മേഖല എന്ന് എഴുതി വെച്ച് നിങ്ങളുടെ പ്രവർത്തനത്തെ തടയുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ കേരളത്തിന്റെ തൊട്ടടുത്ത് കാസർഗോഡ് മഞ്ചേശ്വരം കഴിഞ്ഞാൽ അവിടെ മംഗലാപുരമുണ്ട്. ആ മംഗലാപുരം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ RSSന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ ശാഖയുള്ള സ്ഥലമാണ് മംഗലാപുരം. അവിടെ CPM പ്രവർത്തിക്കുന്നില്ലേ? അവിടെ എന്താ പ്രശ്നമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഹിന്ദു സമൂഹം നടത്തുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം എതിർത്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്, ഇത്തരം ഭീകരത അടിച്ചേൽപ്പിക്കുന്നത്, ഇത്തരം അക്രമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്, ശ്രീകൃഷ്ണ ജയന്തി അലങ്കോലപ്പെടുത്തുന്നത്, പോലീസിനെ ഉപയോഗിച്ച് അതിന്റെ പിന്തുണയോടുകൂടി ഗണേശോത്സവത്തെ ഇല്ലാതാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അത് ആരെ സന്തോഷിപ്പിക്കാനാണ്, ആരെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ നാട്ടിലെ വിവേകമുള്ള ആളുകൾക്ക് നന്നായി അറിയാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടാവോ? ഇതൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് കൊമ്പത്തെത്തിക്കുവോ? ഒരു കാര്യം മാത്രമേ നിങ്ങളോട് വിനയപൂർവ്വം പറയാനുള്ളൂ. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് 5127 കൊല്ലം മുമ്പാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതാര കൃത്യം പൂർത്തിയാക്കി വിഷ്ണുപദത്തിലേക്ക് തിരിച്ചു പോയത്. 5127 കൊല്ലം. ആ 5127 കൊല്ലം മുമ്പ് ജനിച്ച
ജീവിച്ച ഒരു മനുഷ്യാവതാരത്തിന്റെ ആഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത്. 5127 കൊല്ലം മുമ്പ് ജനിച്ച് ജീവിച്ച ആ അവതാര പുരുഷനെ കുറിച്ച് ഈ ചിറ്റാരിപ്പറമ്പിലെയും കണ്ണൂരിലെയും കേരളത്തിലെയും ഭാരതത്തിലെയും ഒറിയയിലെയും ബംഗാളിയിലെയും കാശ്മീരത്തിലെയും തമിഴ്നാട്ടിലെയും ബാംഗ്ലൂരിലെയും ആസേർ ഹിമാചലം എവിടെയുള്ള സ്ഥലത്ത് പോയി ഒരു പിഞ്ചു കുഞ്ഞിനോട് 4 വയസ്സുള്ള 5 വയസ്സെങ്കിലും ആയ ഒരു കുട്ടിയോട് നിങ്ങൾ ചോദിക്കുകയായിരുന്നു ഈ കൃഷ്ണനെ കുറിച്ച്. കൃഷ്ണന്റെ പേര് പറയണ്ട, കൃഷ്ണന്റെ അച്ഛന്റെ പേര് പറയണ്ട, അമ്മയുടെ പേര് പറയണ്ട, ഒന്നും പറയണ്ട. ഇങ്ങനെ ചോദിച്ചാൽ മതി. കയ്യിൽ മയിൽപ്പീലിയുള്ള, തലയിൽ മയിൽപ്പീലിയുള്ള, കയ്യിൽ ഓടക്കുഴലുള്ള എന്ന് പറയുമ്പോ ഭാരതത്തിൽ എവിടെയുള്ള കുട്ടിയാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിലും ആ കുട്ടി തന്റെ പിഞ്ചിളം ചൊടി വിടുർത്തിയിട്ട് പിളർത്തിയിട്ട് കൃഷ്ണൻ കൃഷ്ണൻ കണ്ണൻ കണ്ണൻ എന്ന് പറയും. 5127 കൊല്ലം മുമ്പ് ജീവിച്ച മനുഷ്യാവതാരമായിരുന്ന ആ അവതാരമൂർത്തിയുടെ പ്രാധാന്യമാണ്. നിങ്ങൾ ഈ കാറൽ മാർക്സിന്റെ ചിത്രം എടുത്തിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയിട്ട് ആ താടിയും കൂടിയാലുള്ള മനുഷ്യൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഈ ആരാന്ന് ചോദിച്ചാൽ എത്രയാൾക്കറിയാം? എത്രയാൾക്ക് മനസ്സിലാവും? എത്രയാൾ തിരിച്ചറിയും? നിങ്ങൾ ഭയങ്കര പ്രത്യയശാസ്ത്രമാണ്, ശാസ്ത്രീയമാണ്, സോഷ്യലിസമാണ്, നിങ്ങളുടെ സിദ്ധാന്തം എങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണനോടൊക്കെ കളിക്കുമ്പോ കുറച്ച് ആലോചിച്ചും സൂക്ഷിച്ചും കളിക്കുന്നത് നല്ലതാണ്. ഈ ഭാരതത്തിലെ ജനതയുടെ അന്തരാത്മാവിലെ ഏറ്റവും വൈകാരികമായ ഒരു ബിംബമാകുന്നു കൃഷ്ണൻ. ആ കൃഷ്ണനെ ആവാനവൃദ്ധം ആളുകളും അവരുടെ കുടുംബത്തിലെ ഒരാളായി അംഗമായി കരുതി ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണനോട് കളിക്കുമ്പോ നിങ്ങളിപ്പോ പറയുന്നത് കൃഷ്ണനെ ജപിക്കാൻ പാടില്ല, കൃഷ്ണനെ ആരാധിക്കാൻ പാടില്ല എന്നാണ്. ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയിൽ എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ കാണുന്നത്? അതിലേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കുന്നുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അതിൽ പ്രവേശനം നിഷേധിക്കുന്നുണ്ടോ? അതിൽ മുദ്രാവാക്യമല്ലോ ഭജനയല്ലേ? ഭജന പാടുകയല്ലേ? കൃഷ്ണനാമ സങ്കീർത്തനങ്ങൾ നടക്കുകയല്ലേ? നന്ദലാലായതു നന്ദലാല അതാണ് വിളിക്കുന്നത്. വൃന്ദാവന ഗോവിന്ദലാല രാധാ മാധവ നന്ദലാല രാധാ മാധവ ഭജനയാണ്. അങ്ങനെ ഭജന നടത്തിയിട്ട് കൃഷ്ണനാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് നന്ദകുമാര നവനീത ചോര ആലില കണ്ണ ശ്രീഹരേ നാമജപമാണ്. ഭഗവാന്റെ അവദാനങ്ങൾ പറഞ്ഞുകൊണ്ട് നാമങ്ങൾ കീർത്തനം ചെയ്തുകൊണ്ട് ആണ് ശോഭായാത്ര നടത്തുന്നത്. ഒരു രാഷ്ട്രീയവുമില്ല, ആരെയും ആക്ഷേപിക്കില്ല. ഈ ഭജന പാടി നീങ്ങുന്ന കുഞ്ഞുങ്ങളുടെ നേരെയാണ് കമ്മ്യൂണിസ്റ്റുകാർ, മാർക്സിസ്റ്റുകാർ അവരുടെ സ്കൂളിൽ പഠിച്ച അവരുടെ ഭജന പാടിയത് എന്നാണ്, മണ്ണന്തറയിൽ പാടിയത് എന്നാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്. അവര് പഠിച്ചതാണ് അവർ പറയുന്നത്. ആ പഠിച്ചത് ഇങ്ങനെ പാടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം എന്തായാലും നമുക്ക് ദോഷമായിട്ട് വരില്ല.
വിഷ്ണുവിന്റെ മറ്റൊരു അവതാരമുണ്ട്. ഹിരണ്യകശിപുവിനെ കൊന്ന ഒരു നരസിംഹമൂർത്തിയുണ്ട്. ആ നരസിംഹമൂർത്തി ഹിരണ്യകശിപു എന്ന അസുര ചക്രവർത്തി, ആ അസുര ചക്രവർത്തിക്ക് ഒരു മകനുണ്ടായി. ആ മകന്റെ പേര് പ്രഹ്ലാദൻ എന്നാണ്. പ്രജകളെ ആഹ്ലാദിപ്പിച്ചവൻ എന്നാണ് പ്രഹ്ലാദൻ എന്ന വാക്കിന്റെ അർത്ഥം. അവൻ കുഞ്ഞുനാളിൽ തന്നെ അവൻ നാരായണ നാരായണ എന്നിങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ ഹിരണ്യകശിപു അവനോട് പറയുന്നത്, നീ ഹിരണ്യായ നമഃ എന്ന് ചോദിക്കണം. നീ എന്റെ മകനാണ്, നീ എന്റെ കൊട്ടാരത്തിലാണ്, ഇത് ഹിരണ്യന്റെ രാജ്യമാണ്, നീ ഇത് അനുസരിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പ്രഹ്ലാദൻ ഹിരണ്യായ നമഃ എന്ന് ജപിക്കുന്നതിന് പകരം നാരായണ തന്നെ ജപിച്ചു. അത് കുറെ കഴിഞ്ഞപ്പോ അയാൾക്ക് സഹിയിട്ടു. ഈ കുഞ്ഞിനെ തീയിലിട്ടു കൊല്ലാൻ നോക്കി, വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കി, ഇതൊക്കെ ചെയ്തു. പക്ഷെ അവൻ കൂസിയില്ല. ആ അസുരക്കോട്ടയ്ക്കുള്ളിൽ തന്നെ, കൊത്തളങ്ങൾക്കുള്ളിൽ തന്നെ, ഇവിടെ ചിലപ്പോൾ കോട്ടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ കൊത്തളങ്ങൾക്കുള്ളിൽ തന്നെ അവൻ നാരായണനാമം ചോദിച്ചു. അവസാനം സഹികെട്ട് ഹിരണ്യനെ സംബന്ധിച്ചിടത്തോളം ഹിരണ്യന് അധികാരമുണ്ട്, ഹിരണ്യന് സമ്പത്തുണ്ട്, ഹിരണ്യന് സൈന്യമുണ്ട്, ഹിരണ്യന് വരബലമുണ്ട്, കരബലമുണ്ട്. ഹിരണ്യൻ നേടിയ വരം ഒന്ന് മനുഷ്യന് കൊല്ലാൻ പറ്റില്ല, മൃഗത്തിന് കൊല്ലാൻ പറ്റില്ല. രണ്ടാമതൊരു വരം നേടിയത് രാത്രി കൊല്ലാൻ പറ്റില്ല, പകലിനെ കൊല്ലാൻ പറ്റില്ല. മൂന്നാമത് ഹിരണ്യൻ നേടിയ ഒരു വരം അകത്ത് നിന്ന് കൊല്ലാൻ പറ്റില്ല, പുറത്ത് നിന്ന് കൊല്ലാൻ പറ്റില്ല. നാലാമത് ഹിരണ്യൻ നേടിയ ഒരു വരം ഭൂമിയിൽ നിന്ന് കൊല്ലാൻ പറ്റില്ല, ആകാശത്ത് നിന്ന് കൊല്ലാൻ പറ്റില്ല. പിന്നെ അയാൾക്കെന്താ പേടിക്കാനുള്ളത്? മനുഷ്യൻ കൊല്ലില്ല, മൃഗം കൊല്ലില്ല, ഭൂമിയിൽ നിന്ന് കൊല്ലില്ല, ആകാശത്ത് കൊല്ലില്ല, അകത്തുനിന്ന് കൊല്ലില്ല, പുറത്തുനിന്ന് കൊല്ലുന്നില്ല, പകല് കൊല്ലില്ല, രാത്രി കൊല്ലില്ല. അത്രയും വരം നേടിയിട്ടാണ് അഹങ്കരിക്കുന്നത്. അപ്പൊ അയാൾ ചോദിച്ചു, നീ ഇപ്പൊ നാരായണ നാരായണ എന്നൊക്കെ ജപിക്കുന്നുണ്ടോ? നീ പറയുന്ന നാരായണൻ എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ഈ നാരായണനുണ്ട് എന്ന് പിഞ്ചു ബാലനായ പ്രഹ്ലാദൻ പറയണം. അവര് ഭഗവാൻ നൽകിയത് ആ ഒരു ആത്മവിശ്വാസമുണ്ട്, ഭഗവാന്റെ ഭക്തി നൽകിയ ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പോഴാണ് ഹിരണ്യൻ ചോദിക്കുന്നത്, നീ പറയുന്ന ഈ ഭഗവാൻ നാരായണൻ ഈ തൂണിലുണ്ടാ എന്നാണ് ചോദിക്കുന്നത്. തൂണ് എന്ന് പറയുന്നത്, തൂണ് ഒരു പ്രതീകമാണ്. തൂണ്, ആ തൂണിനടിച്ചാലോ തൂണൊന്നും പറയില്ല. തൂണ് ഒരു സിംബലാണ്. തൂൺ എന്ന് പറയുന്നത് പ്രതികരണമില്ലായ്മയുടെ പ്രതീകമാണ് തൂണ് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹവും അങ്ങനെയാണ്, ഹിന്ദു സമൂഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് തൂണ് പോലെയാണ്. എന്ത് ചെയ്താലും, കേട്ടാലും, ആക്ഷേപിക്കപ്പെട്ടാലും, അവഹേളിക്കപ്പെട്ടാലും പ്രതികരണമില്ലായ്മയുടെ പ്രതീകമായിരുന്നു. ഈ തൂണ് പോലെയായിരുന്നു ഹിന്ദു സമൂഹം. ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തൂണിലുണ്ട് എന്നവൻ വിശ്വാസത്തോടുകൂടി പറയാണ്. ആ തൂൺ ആഞ്ഞു വെട്ടിയപ്പോൾ ആ തൂണിൽ നിന്നും നരസിംഹമൂർത്തി പുറത്തേക്ക് ചാടുകയാണ്. അങ്ങനെ പുറത്തേക്ക് ചാടിയ നരസിംഹമൂർത്തി ഹിരണ്യനെ എടുത്ത് തന്റെ മടിയിൽ വെച്ച്, ഭൂമിയിലും ആകാശത്തുമല്ലാതെ തന്റെ മടിയിൽ വെച്ച് നരസിംഹമൂർത്തി വാതിൽപ്പടിയിലിരുന്ന്, അകത്തും പുറത്തുമല്ലാതെ വാതിൽപ്പടിയിലിരുന്ന് നരസിംഹമൂർത്തി രാത്രിയും പകലുമല്ലാത്ത സന്ധ്യാനേരത്ത് വാതിൽപ്പടിയിലിരുന്ന് മടിയിൽ വെച്ച് നരസിംഹമൂർത്തി, മനുഷ്യനും മൃഗവുമല്ലാത്ത നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിന്റെ കഥ കഴിച്ചത് ഈ കൃഷ്ണന്റെ, മഹാവിഷ്ണുവിന്റെ മറ്റൊരു അവതാരമാണ് എന്നും, ഈ കോട്ടകളിൽ തന്നെ ഇതുപോലെ നിങ്ങൾ എന്തൊക്കെ ആക്ഷേപിച്ചാലും, അപഹാസിച്ചാലും, സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും, നിങ്ങളുടെ എല്ലാ കോട്ടകത്തലങ്ങളിലും ഇതുപോലെ പ്രഹ്ലാദന്മാർ, നൂറുകണക്കിന് പ്രഹ്ലാദന്മാർ ജനിച്ചിട്ടുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നാളെ മനസ്സിലാവും. കൃഷ്ണൻ എന്തായിരുന്നു? കൃഷ്ണൻ പ്രതികൂല സാഹചര്യത്തിലാണ് ജനിച്ചത്.
തടവറയിലായിരുന്നു പറവി, ജയിലിൽ ജനിച്ചു. ജനിച്ചന്ന് രാത്രി തന്നെ സ്വന്തം അമ്മയുടെ മാരണത്തിൽ നിന്ന് ആ ചോരക്കുഞ്ഞ് അവിടുന്ന് വിടുതൽ നേടിയിട്ട് ഘോര മഴയത്ത് ആ കുഞ്ഞിനെയും കൊണ്ട് തന്റെ പിതാവ് വളരെ ദൂരെ ഒരു ഗ്രാമത്തിൽ അമ്പാടിയിൽ ചെന്ന് അവിടെ പ്രസവിച്ച ഒരമ്മയുടെ മാരണത്തിൽ ചേർന്ന് കിടക്കുകയായിരുന്ന പെൺകുഞ്ഞിനെ എടുത്ത് ഈ കുഞ്ഞിനെ അവിടെ വെച്ച് ആ പെൺകുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരികയാണ് നന്ദഗോപ. അങ്ങനെ പ്രസവിച്ച അന്ന് തന്നെ സ്വന്തം മാതാവിൽ നിന്നും വേർപിരിയേണ്ടി വന്ന ആ കുഞ്ഞ്. കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ കുഞ്ഞ് പിന്നീട് ആ കുഞ്ഞിന് നേരെ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ആക്രമണങ്ങൾ നടന്നു. ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദേവകി പെറ്റുണ്ടാവുന്ന 8ാമത്തെ കുഞ്ഞാണ് നിന്നെ കൊല്ലുക എന്ന് കംസൻ അറിയാമായിരുന്നിട്ടും തന്നെ കൊല്ലുക എന്ന് കംസൻ അറിയാമായിരുന്നിട്ടും ദേവകി പെറ്റ 1ാമത്തെ കുഞ്ഞിനെ കൊന്നു തീർത്തു. 7ാമത്തതും വന്നു. ദേവകി നെഞ്ച് പൊട്ടിക്കൊണ്ട് ചോദിച്ചു, 8ാമത്തെ കുഞ്ഞാണ് നിന്നെ ഉപദ്രവിക്കുകയെന്ന് പറഞ്ഞിട്ടുള്ളൂ കംസ, എന്തിനാണ് എന്റെ ഈ കുഞ്ഞിനെയൊക്കെ കൊല്ലുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ 8ാമത്തെ കുഞ്ഞ് പെൺകുഞ്ഞായിട്ട് പോലും ജയിലിൽ തുറന്നു നോക്കുമ്പോ പെൺകുഞ്ഞിനെയാണ് കിട്ടിയത്. ആൺകുട്ടി കൊണ്ടുവന്നാണ് വന്നത്. ഇത് മാറിയിരിക്കുന്നു. എന്നാൽ ഇതിനെ കൊല്ലാം എന്ന് കംസൻ തീരുമാനിച്ചില്ല. കംസൻ അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു. അതുകൊണ്ട് കംസൻ തീരുമാനിച്ചത് പെണ്ണാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനെ വെച്ചേക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ആ കുഞ്ഞിനെ കരിമ്പാറയിൽ കാൽ പിടിച്ച് തലയടിച്ച് തല തകർത്ത് കൊല്ലാൻ വേണ്ടി ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ കുഞ്ഞിന്റെ കാലിലെ പിടുത്തം വിട്ട് ആകാശത്തെ ഉയർന്നു പോകുമ്പോ ആ കുഞ്ഞു പറഞ്ഞു, ഒരേ ദുഷ്ട നിശാചര കംസ, പരാക്രമം സ്ത്രീകളിലല്ല കണ്ടു, തവാന്തകൻ ഭൂമി തലേ ജനിച്ചു എന്ന് പറഞ്ഞ് നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ദുഷ്ട കംസ, നീ പെൺകുട്ടിയെ പോലും ഉപദ്രവിക്കുന്ന നിന്നെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ആ കുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത്. ആ കുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു വരുമ്പോ പറഞ്ഞ ആ കാര്യം കേട്ട കംസൻ പിന്നീട് തന്റെ അമ്പയൻ ഭൂമിയിൽ തന്നെ ജനിച്ചു എന്ന് പറഞ്ഞിട്ടും പറഞ്ഞത് കേട്ട് അന്നും തലേന്നുമായി ജനിച്ച മുഴുവൻ കുട്ടികളെയും കൊന്നുകളഞ്ഞു. നിരപരാധികളായ കുഞ്ഞുങ്ങളെ. പക്ഷെ എന്നിട്ടും കൃഷ്ണന് കിട്ടിയോ? ആ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് കംസന്റെ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരെയും നിയോഗിച്ചു. ചാടായി വന്നു, ചകടാസുരൻ താൻ ചാടാനൊരും വെട്ടും കുന്നേത്രൻ. അങ്ങനെ അഘാസുരനായും ബദാസുരനായും തൃണാവർത്താസുരനായും വ്യത്യസ്ത രീതിയിലുള്ള അസുരന്മാർ വന്നു കൊല്ലാൻ വേണ്ടിയിട്ട്. ഏറ്റവും അവസാനം ഊതന വന്നു. മുലപ്പാലിൽ വിഷം പുരട്ടി കൊല്ലാൻ വേണ്ടി വന്നു. കംസന്റെ ക്യാബിനറ്റിലെ ഏക വനിതാ മന്ത്രിയായിരുന്നു പൂതന. പൂതനയും വന്നു. ഇവരെല്ലാവരും വന്നിട്ടും 3ാമത്തെ വയസ്സിനുള്ളിൽ 8 ഭീകരാക്രമണങ്ങൾ നേരിടേണ്ടി വന്നയാളാണ് കൃഷ്ണൻ. 8 ഭീകരാക്രമണം. ആ 8 ഭീകരാക്രമണങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി കണ്ണൻ. നിങ്ങൾ കളിക്കുന്ന ആരോടാണ് സൂക്ഷിച്ച് കളിക്കണം. 3ാമത്തെ വയസ്സിൽ 8 ഭീകരാക്രമണങ്ങളെ തോൽപ്പിച്ചവനാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ പിന്നീട് നടത്തിയ പ്രവർത്തനം ഓരോന്നും ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ കൃഷ്ണന്റെ ഒരു നയമുണ്ട്. ആ നയം കൃഷ്ണനെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായ ജരാസന്ധനുണ്ട്. വലുതായപ്പോ ജരാസന്ധൻ കംസന് വേണ്ടി ജരാസന്ധൻ കൃഷ്ണനെ വെറുതെ എന്തെങ്കിലും ചിടുങ്ങിയിട്ട് ഉപദ്രവിക്കും, അപവാദം പറയും, ആക്ഷേപിക്കും. അപ്പോ കംസൻ ജരാസന്ധനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജരാസന്ധ, നീ എന്നെ കുറെ കാലമായി പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ നീ പ്രകോപിപ്പിക്കുന്നതിനനുസരിച്ച് ഞാൻ പ്രകോപിതനാകാൻ തയ്യാറല്ല. കൃഷ്ണൻ പറഞ്ഞു, കാരണം നീയല്ല ഞാൻ, നിന്റെ സ്വഭാവമല്ല എന്റെ സ്വഭാവം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ പ്രകോപിപ്പിക്കുന്നതെല്ലാം ഞാൻ എണ്ണി വെക്കുന്നുണ്ട്. എപ്പോഴാണോ 100 ആവുന്നത് ആ 99 വരെ ഞാൻ ക്ഷമിക്കും. പക്ഷെ 100ാമതും നീ എന്നെ ഇതുപോലെ ഉപദ്രവിച്ചാൽ ഞാൻ എനിക്ക് അന്നേരം കാണിച്ചു തരാം എന്ന് കൃഷ്ണൻ പ്രഖ്യാപിച്ചു. അപ്പൊ എന്നിട്ടും ജരാസന്ധൻ അടങ്ങിയില്ല. ജരാസന്ധൻ കൃഷ്ണനെ ഉപദ്രവിക്കാൻ തുടങ്ങി. കൃഷ്ണൻ എണ്ണി 1, 2, 3, 4, 5 എങ്ങനെ 99 കൃഷ്ണൻ പറഞ്ഞു, ഇനി എനിക്ക് ഒരു ചാൻസും കൂടിയുണ്ട്. പക്ഷെ ജരാസന്ധൻ 100ാമത്തും പ്രവർത്തിച്ചു കൃഷ്ണനെതിരായിട്ട്. കൃഷ്ണൻ പറഞ്ഞു, ഇനി എനിക്ക് വാക്കു പാലിച്ചേ പറ്റുമെന്ന്. ജരാസന്ധനെ കടന്നെടുത്ത് പിടിച്ച് ജരാസന്ധന്റെ 2 കാലും പിടിച്ച് പിച്ച് ചീന്തി 2 വശങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ കൃഷ്ണനാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ മാതൃകാ പുരുഷോത്തമൻ, ആരാധ്യ പുരുഷോത്തമൻ എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ നിലയിൽ എണ്ണി വെക്കുന്നുണ്ട്. ആ എണ്ണ പൂർത്തിയാകുമ്പോ നിങ്ങൾ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രകോപനം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിശബ്ദം ഒരുപാട് കാലമായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ട്, എപ്പോഴും ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട്, ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട്, നിങ്ങൾ ആക്രമിക്കുമ്പോഴോ നിശബ്ദമായി ക്ഷമിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട് എല്ലാ കാലത്തിനും നിൽക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് വിവേകശാലികളായ ആരെങ്കിലും അപ്പുറത്തുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, ഈ കളി തീക്കളിയാണ് എന്ന്, ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന്. ഒരുപാട് യുദ്ധങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ യുദ്ധത്തിന്റെ ചരിത്രത്തിലേക്കും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ വളരെ സമാധാനപരമായ ഒരു സാഹചര്യം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ആ സമാധാനപരമായ സാഹചര്യം ഇവിടെ നിലവിൽ വന്നത് എങ്ങനെയാണ്? അത് ഔദാര്യമായിട്ട് കിട്ടിയൊന്നല്ല, CPM-ന്റെ ഔദാര്യമായിട്ട് കിട്ടിയൊന്നല്ല. അത് ഫൈറ്റ് ചെയ്ത് നേടിയാണ്, ഒരുതി വാങ്ങിയതാണ്, യുദ്ധം ചെയ്ത് വാങ്ങിയതാണ്. ഈ നാട്ടിൽ 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഈ നാട്ടിന് ലഭ്യമായ സ്വാതന്ത്ര്യത്തെ ഈ കണ്ണൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ചില ചെങ്കോട്ടകളിൽ നിങ്ങൾ ഇങ്ങോട്ട് കിടക്കരുത്, നിങ്ങൾ ഇങ്ങോട്ട് പ്രവേശിക്കരുത്, ഇത് നിങ്ങളുടെ നിരോധിത മേഖലയാണ് എന്നൊക്കെ തീർത്തും ഭരണഘടനാ വിരുദ്ധമായി, ജനാധിപത്യ വിരുദ്ധമായി, ഈ നാട്ടിലെ നിയമങ്ങൾക്കെല്ലാം വിരുദ്ധമായി തങ്ങളുടെ പൊന്നാപുരം കോട്ടയായി ചില പ്രദേശങ്ങൾ അടക്കി ഭരിച്ച ജന്മിത്വത്തിന്റെ ആ നിലയിലുള്ള പ്രവർത്തനത്തിനെതിരായി നടന്ന പോരാട്ടത്തിന്റെ ഭാഗമായി ആ കോട്ടകൊത്തളങ്ങൾ തകർത്ത് നേടിയതാണ്, പൊരുതി വാങ്ങിയതാണ് ഈ പറയുന്ന ജനാധിപത്യപരമായ അവകാശങ്ങൾ. നിങ്ങളിപ്പോ RSS നിരോധിത മേഖല എന്ന് എഴുതി വെച്ചില്ലേ? നിങ്ങൾ നോക്കിക്കോ, എഴുതി വെച്ചോളൂ. CPM-കാർ എഴുതി വെച്ചോളൂ, CPM-മാർ ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ചുരുങ്ങിയത് 200 സ്ഥലങ്ങളിലെങ്കിലും നിങ്ങൾ വിചാരിച്ച പ്രശ്നം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാൽ അടുത്ത നിമിഷം നിങ്ങളെ കൊമ്പ് കൊത്തിച്ച് നിങ്ങളെ ക്ഷാപരപ്പിക്കാനുള്ള കരുത്ത് ഈ സ്ഥലങ്ങളിൽ സംഘപ്രസ്ഥാനങ്ങളോട് നേടിക്കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിൽ നിങ്ങൾക്ക് സാധിക്കില്ല. അതൊന്ന് ഇരട്ടിയാക്കിയാൽ നിങ്ങൾ അനങ്ങൂല, പൂച്ച പിടിച്ചിരിക്കും. അതിനുള്ള പണിയാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുത്താൻ നോക്കരുത്, ഭീഷണിപ്പെടുത്തിയിട്ട് കീഴ്പ്പെടുത്താൻ നോക്കരുത്. നടക്കില്ല. 50 കൊല്ലം മുമ്പ് നടന്നിട്ടില്ല, 40 കൊല്ലം മുമ്പ് കിടങ്ങിയിട്ടില്ല, 30 കൊല്ലം മുമ്പ് കിടങ്ങിയിട്ടില്ല, 20 കൊല്ലം മുമ്പ് കിടങ്ങിയിട്ടില്ല. എന്നിട്ടാണോ ഇപ്പോ നിങ്ങൾ പേടിച്ചോടേണ്ടത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ഭയപ്പെട്ടിട്ടാണ് എന്നാണോ? ഇത് അവസാനിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചതാണ്. 2 കൂട്ടരും കൂടി തീരുമാനിച്ചതാണ്. തലക്ക് വെളിവില്ലാത്ത ഏതെങ്കിലും ആളുകൾ അവരീ വർഷങ്ങൾ നീണ്ടുന്ന പ്രക്രിയയിലൂടെ ഈ നാട്ടിലുണ്ടാക്കിയ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ
പാടില്ല, ഓർമ്മിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും അന്തരിച്ച പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണനും RSSന്റെ നേതാക്കളും ഒരുമിച്ചിരുന്ന് ദിവസങ്ങളോളം നിരവധി തവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് അതിലാദ്യത്തെ ചർച്ച മുതൽ ഏറ്റവും അവസാനത്തെ ചർച്ചയിൽ വരെ പങ്കെടുത്ത ഒരാളെന്നുള്ളവർക്കാണ് ഞാൻ ഉത്തരവാദിത്തബോധത്തോടുകൂടിയ സംസാരിക്കുന്നത്. ആദ്യത്തെ തവണ ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ പതിഞ്ഞ ശബ്ദത്തിൽ അളന്നു കുറിച്ച വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. RSSനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്ന വ്യാമോഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനില്ല. ഇത് പിണറായി വിജയൻ പറഞ്ഞു, ഇത് കോടിയേരി ബാലകൃഷ്ണൻ അംഗീകരിച്ച കാര്യമാണ്. രണ്ടാമത് അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഇത്രയും കാലമായി പലതരത്തിലുള്ള സംഘർഷത്തിന് ശേഷവും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ച് പൊളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്ത്, PB ചർച്ച ചെയ്ത്, CC ചർച്ച ചെയ്ത്, കേരളത്തിൽ എത്തുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത്, സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത്, ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത്, RSSുമായി നേരിട്ട് സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പാർട്ടി ഇന്നലെ വരെ തീരുമാനിച്ചിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഭരണകൂടത്തിന്റെ എക്സിക്യൂട്ടീവിന്റെ നടപടികളോട് ഞങ്ങൾ സഹകരിക്കുകയായിരുന്നു, ഞങ്ങൾ പാർട്ടി ഇതുവരെ തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോ ഞങ്ങൾ അദ്ദേഹം പറഞ്ഞു, വന്നിരിക്കുന്നത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് പാർട്ടി RSSുമായി ചർച്ച ചെയ്തിട്ട് ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ് വരുന്നത്. മുഖ്യമന്ത്രിയായ അദ്ദേഹം പോലീസ് അകമ്പടിയില്ലാതെ, ഒരൊറ്റ പോലീസുകാരന്റെ അകമ്പടിയില്ലാതെ ഒരു പ്രൈവറ്റ് കാറിലാണ് അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ആ ചർച്ചയുടെ അവസാനം ഞങ്ങൾ പറഞ്ഞ കാര്യം രണ്ടാണ്. ഒന്ന്, ഞങ്ങൾക്ക് 1947 ആഗസ്റ്റ് 15 ഈ രാജ്യത്തെ ഭരണഘടന, 1950 നമ്മുടെ രാജ്യത്തെ ഭരണഘടന നൽകിയ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം. രണ്ട്, ഞങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ അധികാരത്തിലുണ്ട്, ഞങ്ങൾക്ക് അധികാരത്തിന്റെ ഒരാനുകൂല്യം ആവശ്യമില്ല. ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി ഭരണത്തിന്റെ ഘടകങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു നാടാണിത്. അതിലും ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഭരണഘടന ഒരു പൗരന് നൽകുന്ന അവകാശങ്ങളെ ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളായ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയരുത്. അതുകൊണ്ട് പോലീസ് ഒരു 75% നിങ്ങളുടെ ഭാഗത്ത് നിന്നോട്ടെ, ന്യായത്തിന്റെ ഭാഗത്ത് ഒരു 25% ഇപ്പുറത്ത് നിൽക്കണം. ആഭ്യന്തരമന്ത്രിയോട് ഞങ്ങൾ സംസാരിച്ച കാര്യമാണ്. ഒരു 25% ഞങ്ങളുടെ ഭാഗത്തും 75% നിങ്ങൾ കൊടുത്തോളൂ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ അന്ന് മുഖ്യമന്ത്രി ഉറപ്പ് തന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് PBയിലും CECയിലും സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ചർച്ച ചെയ്ത് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി അവിടെ വന്ന് സന്ധി സംഭാഷണത്തിൽ, സമാധാന സംഭാഷണത്തിൽ വന്ന് പറഞ്ഞ ആ ഉറപ്പ് ഈ ചിറ്റാരിപ്പറമ്പിലെ സഖാക്കൾക്ക് അറിയില്ലേ? ഞാൻ മനസ്സിലാക്കിയത്, അവിടെ തിരുവനന്തപുരത്ത് 4 തവണ ഇരുന്നതിന് ശേഷം നമ്മളിവിടുത്തെ പാർട്ടിയുടെ കണ്ണൂർ നേതാക്കളുമായി കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ എത്ര തവണ ഇരുന്നിട്ടുണ്ട്, അവിടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ അവിടെയും ഉണ്ടാക്കിയ ധാരണ, ഈ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കാൻ ഞങ്ങളില്ല. ഏത് സംഘടനയ്ക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളത് അതിൽ ഇടപെടില്ല എന്നാണ്. ഈ നാട്ടിൽ, ഈ മണ്ണന്തറയിൽ, ഈ ചിറ്റാരിപ്പറമ്പിൽ വർഷങ്ങളായി ഇത് നിഷേധിക്കപ്പെടുന്നത് എന്റെ ചോദ്യം, ഇവിടുത്തെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഘടകമല്ലേ? ആ പാർട്ടി
പാർട്ടി എടുത്ത തീരുമാനം നിങ്ങൾക്ക് മാത്രമല്ലേ? ആ പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞ ഉറപ്പ് നിങ്ങൾക്ക് മാത്രമല്ലേ? നിങ്ങൾ പറയും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതിന് ശേഷം തിരിച്ചെന്തെങ്കിലും ഇതുപോലെ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തെ നിഷേധിക്കുന്ന എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ജാഥ നടന്നിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ടി പ്രവർത്തനം നടന്നിട്ടുണ്ടോ? നിങ്ങളുടെ ആഫീസ് ആക്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കെതിരെ ഇങ്ങനെ എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ 6-7 കൊല്ലമായി ഈ നിലയിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടോ? അപ്പൊ ഇത് ഏകപക്ഷീയമല്ലേ? അതിനു മുമ്പ് ചില കാര്യങ്ങളുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ നടന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് ഇനി എത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന ചിന്തയോടുകൂടിയാണല്ലോ നമ്മൾ ഈ ചർച്ചയും തീരുമാനങ്ങളൊക്കെ എടുത്തത്. എന്നിട്ടിപ്പോൾ നിങ്ങൾ എവിടത്തേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? എവിടത്തേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? ഭൂമിയോളം ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ അമ്മമാരുൾപ്പെടെയുള്ള ഇത്തരം പരിപാടികൾക്ക് നേരെ നിരന്തരമായി ഇത്തരം ആക്രമണം നടത്തുമ്പോൾ ഭൂമിയോളം ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇപ്പുറത്തെ ആളുകളില്ലേ? ഇപ്പുറത്തെ പ്രതികരണശേഷിയുള്ള ആളുകളില്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അപ്പുറം അവിവേകവും എടുത്തുചാട്ടവുമെല്ലാം ഇപ്പുറത്തുണ്ടെങ്കിൽ ഈ നാട്ടിലെ സമാധാനം തകരില്ലേ? പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? അത്തരമൊരു സാഹചര്യം ഈ നാട്ടിലും വരണമെന്നാണോ ചിന്തിക്കുന്നത്? അതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത്തരമൊരു സാഹചര്യത്തിലാണ് കാര്യങ്ങളെല്ലാം ജനങ്ങളോട് തുറന്നു പറയണം എന്ന ഉദ്ദേശത്തിൽ ഈ നിലയിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനുള്ള ഭരണഘടന നിങ്ങളുടെ പാർട്ടിയുടെ നൽകുന്ന ഔദാര്യമല്ല. ഇത് ചൈനയല്ല, ഇത് കൊറിയല്ല, ഇത് വിയറ്റ്നാമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യമല്ല. ഈ നാട് ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യം ഇന്നിപ്പോ ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. മോദി ഭരിക്കുന്ന നാടാണ്. ഇവിടെ നിങ്ങൾ RSS നിരോധിത മേഖല എന്ന് പറയുന്നു. എടോ, നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയുടെ ഭാഗമല്ലേ ഹിതായിട്ടുണ്ട്? മണ്ണന്തല അവിടെ വേണോ? അവിടെ കിസാൻ സമ്മാൻ നിധി വേണ്ടേ? അവിടെ സർക്കാരിന്റെ ജലനിധി വേണ്ടേ? ഈ ഭാരത സർക്കാർ നൽകുന്ന നിരവധി ആനുകൂല്യങ്ങൾ അതൊന്നും അപ്രദേശത്ത് വേണ്ടേ? സ്വയംഭരണം പ്രഖ്യാപിച്ചോ? ഈ നാട്ടിൽ നിന്ന് വേറിട്ട് പോയോ? നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ മണ്ണന്തറ സഖാക്കൾ ഞങ്ങൾ ഇതാ വേറെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് റിപ്പബ്ലിക്കായോ? മണ്ണന്തറ റിപ്പബ്ലിക് ഉണ്ടോ? അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ ഭാഗമാകുമ്പോ ഇത് ആരുടെ രാജ്യമാണ്? നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിണറായി വിജയൻ പ്രധാനമന്ത്രിയല്ല, അദ്ദേഹം മുഖ്യമന്ത്രി മാത്രം. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഈ കേരളം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. നിങ്ങൾ പണ്ട് പറഞ്ഞിരുന്നു കേരളം വേറെയാണ്. അങ്ങനെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞിട്ട് EMS ഒരു പുസ്തകമുണ്ട്. കേരളം മലയാളികളുടെ മാതൃഭൂമി. നിങ്ങളങ്ങനെ വേറെ മാതൃഭൂമി ആക്കിയോ? പണ്ട് ദേശാഭിമാനിയായിരുന്നു, ഇപ്പൊ മലയാളികളുടെ മാതൃഭൂമി ആക്കിയോ? കെ ഫോൺ എന്നിവർ പറയും. അങ്ങനെ ഒരു ഫോൺ വരുന്നുണ്ട്, എന്താണ് കെ ഫോൺ. അങ്ങനെയുള്ള കെ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് പത്മ പുരസ്കാരത്തിനൊക്കെ പകരം വേറെ പുരസ്കാരം ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പത്മഭൂഷണം പത്മവിഭൂഷണം പകരം കെ പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ കൊണ്ടുവരുന്നു. പിന്നെ കുറെ കെ പോലെ ഉണ്ട്. ഇനി ഒരു കെ ഗീതം വരുന്നു. അത് എഴുതാൻ വേണ്ടി ഒരാൾ ഏൽപ്പിച്ചോ, അത് എഴുതി കൊടുത്തു, അതിന്റെ വിവാദം കൊണ്ട് തൽക്കാലം നിന്നിട്ടോ കെ ഗീതം. അതായത് ജനഗണമനക്കും വന്ദേ ഭാരതത്തിനും പകരം ഒരു കെ ഗീതം. അങ്ങനെ ഒരു സ്വയംഭരണമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചോ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ എന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പഴയ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്.
ആ ലാത്തിയും പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറയുക. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ്. പ്രശ്നമുണ്ടാക്കുന്ന ആളുകളും പ്രശ്നമുണ്ടാക്കി വീട്ടിൽ പോയി കിടന്നുറങ്ങാം. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാവില്ലല്ലോ. അപ്പൊ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ജാഗ്രത പാലിക്കേണ്ടത് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവർ നിഷ്പക്ഷമായി പെരുമാറണം. ഇപ്പൊ പോലീസിന്റെ പേരിൽ കേൾക്കുന്ന ആരോപണങ്ങളോ ആക്ഷേപങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും പോലീസ് സ്റ്റേഷനിൽ വന്നാൽ എന്തൊക്കെയാണ് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ നേരെ ദൃശ്യം കാണുകയാണ്. അതുകൊണ്ട് നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെന്ന് പറയുന്നില്ല, അത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, അത് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ 75 ഉറപ്പ് കൊടുക്കുമ്പോൾ 25 കിട്ടാൻ ഈ നികുതിയൊക്കെ വെച്ച് ഇവിടെ ജീവിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ നല്ലത് ആ പോലീസ് സ്റ്റേഷന്റെ ബോർഡ് മാറ്റിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ആഫീസിൽ നിന്നുള്ള ബോർഡ് ആ പോലീസ് സ്റ്റേഷനിൽ വെക്കുന്നതാണ് നല്ലത്. എന്നാ പിന്നെ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരണം. അതുകൊണ്ട് നിഷ്പക്ഷരായി പ്രവർത്തിക്കുന്ന കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും കൂടി അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ രാഷ്ട്രീയമായ അടിമത്തം, രാഷ്ട്രീയ വിശ്വാസമൊക്കെ ആളുകൾക്ക് ഉണ്ടാവും. അത് പോലീസുകാർക്കും പട്ടാളക്കാർക്കെല്ലാം ഉണ്ടാവും. പക്ഷെ യൂണിഫോം ഉണ്ടാകും, അത് ഒരു പവിത്രമായ ഒന്നാണ്. അതിന് നമ്മളെല്ലാവരും ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. യൂണിഫോമിനെയും അശോചക്രത്തെയൊക്കെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ചെയ്യണം. അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ 100ാം വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യപദ്ധതിയായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം പൗരധർമ്മം അനുഷ്ഠിക്കണമെന്ന് പഠിപ്പിക്കാൻ. പൗരധർമ്മം 5 കാര്യങ്ങളാണ് ഉള്ളത്, അതിലൊന്ന് പൗരധർമ്മമാണ്. അതുകൊണ്ട് പൗരധർമ്മം അനുഷ്ഠിക്കണം എന്ന് സംഘടന പഠിപ്പിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ പരിശ്രമിക്കണം. നമ്മുടെ നാട്ടിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ നാട് 10-40 കൊല്ലം അരുതാത്ത കാര്യങ്ങളുടെ പേരിൽ, നാടിന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ നമ്മുടെ നാടിന്റെ വളർച്ച, നമ്മുടെ നാടിന്റെ വികസനം, നമ്മുടെ നാടിലെ കുട്ടികൾക്കുണ്ടാകേണ്ടത് വിദ്യാഭ്യാസ പുരോഗതി, അതെല്ലാം നഷ്ടപ്പെടുത്തി ഈ നാട് തെറ്റായ വഴിക്ക് നീങ്ങി, അപകട സഞ്ചാരത്തിലേക്ക് നീങ്ങി. ഇപ്പൊ നമ്മുടെ നാട്, ഒരു നാട്ടിൽ വികസനം ഉണ്ടാകണമെങ്കിൽ, പുരോഗതി ഉണ്ടാകണമെങ്കിൽ ശാന്തി ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, നാട്ടിൽ ഒരുമയുണ്ടാകണം, ഇത്തരം കാര്യങ്ങളിൽ യോജിച്ച ഒരു മുന്നേറ്റം ഉണ്ടാകണം. അങ്ങനെ ഈ നാട് മുന്നോട്ട് പോകണം. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും മുന്നോട്ട് പോവുകയാണ്, വികസിത രാജ്യം മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ രാജ്യം 2014-ൽ 10ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇപ്പോ നമ്മൾ മറ്റു രാജ്യങ്ങളെല്ലാം പിന്തള്ളി വികസന കാര്യത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 3 രാജ്യങ്ങളെ മാത്രമാണ് നമുക്ക് പിന്തള്ളാനുള്ളത്. ആ നിലയിലേക്ക് 4ാം സ്ഥാനത്ത് സാമ്പത്തിക രംഗത്ത് നമ്മുടെ രാജ്യം എത്തി. അതിന്റെ പുരോഗതി, അതിന്റെ ഗുണഫലം കേരളത്തിനും കിട്ടണം, കണ്ണൂരിനും കിട്ടണം, ചിറ്റാരിപ്പറമ്പിനും കിട്ടണം, മുഴുവൻ നാടിനും കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മുടെ ആവശ്യമില്ലാത്ത ഈ വാശിയും വിദ്വേഷവും ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഈ ഒരു സ്വാതന്ത്ര്യം അത് കവർന്നെടുക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കൃഷ്ണൻ പറയുന്നതാണ്, ഞങ്ങൾ പറയുന്നതാണ്, ഞങ്ങളുടെ ദർശനങ്ങളാണ്. കൃഷ്ണൻ പറയുന്നതാണ്, 700 ശ്ലോകമുണ്ട് ഗീത. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. കാറൽ മാർക്സും എംഗൽസും കൂടി എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇല്ലേ, മൂലധനമില്ലേ, ആ പുസ്തകമൊക്കെ ഇപ്പോ ആരാ ഓർമ്മിക്കുന്നത്, ആരാണ് നോക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, കമ്മ്യൂണിസ്റ്റ് ഇവിടെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല.
കമ്മ്യൂണിസ്റ്റുകൾ വരില്ലെന്ന് ശ്രീ നായനാർ പറഞ്ഞു. നായനാരോട് ചോദിച്ചു ഈ കമ്മ്യൂണിസ്റ്റ് എപ്പോൾ വരുമെന്ന്. അദ്ദേഹം പറഞ്ഞു എൻ്റെ കാലത്ത് വരില്ല, എൻ്റെ മക്കളുടെ കാലത്തും വരില്ല, മക്കളുടെ കാലത്ത് വരുമെന്ന് ആർക്കറിയാം എന്നാണ് പറഞ്ഞത്. ഇതാണ് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഇപ്പോഴത്തെ ദയനീയമായ പരമദയനീയമായ അവസ്ഥ. പക്ഷെ ഗീത, ആ ഗീത 5127 കൊല്ലം മുമ്പ് അവതരിക്കപ്പെട്ട ഗീത, ആ ഗീത ലോകാരാധ്യമായി മാറിയിരിക്കുകയാണ്. ഇന്നിപ്പോ യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാരുള്ളതിന്റെ 4 ഇരട്ടി ആളുകൾ, ഇസ്കോണിന്റെ ആളുകളുണ്ട്. ഇസ്കോൺ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണാവബോധ സംഘമുണ്ട്. അതിശക്തമായ പ്രവർത്തനമാണ് അവിടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഗീതയുടെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഗീത നമ്മുടെ ഒരു വനിതാ ബഹിരാകാശ സഞ്ചാരി, നമ്മുടെ ബഹിരാകാശത്ത് പോയിട്ട് ബഹിരാകാശ വാഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നം കൊണ്ട് 8 ദിവസം അവിടെ കുടുങ്ങിപ്പോയല്ലോ. ഈയിടെ അവര് താഴത്തേക്ക് വന്നല്ലോ. താഴത്തേക്ക് വന്നപ്പോ 8 ദിവസം അവരവിടെ കുടുങ്ങിപ്പോയി. അപ്പൊ ഇവിടുന്ന് പത്രക്കാർ ചോദിച്ചു, മാധ്യമക്കാർ ചോദിച്ചു, നിങ്ങൾ ഈ അനിശ്ചിതത്വത്തിലായിരുന്നല്ലോ 8 കൊല്ലം, മറ്റൊരു വാരം വരുമോ, തിരിച്ചു വരാൻ പറ്റുമോ എന്നൊന്നും അറിയാതെ ആ അനിശ്ചിതത്വത്തിൽ നിന്നപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എത്രമാത്രം മാനസിക സംഘർഷം ഉണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് അതിനെ മറികടന്നത് എന്ന് സുനിത വില്യംസിനോട് ചോദിച്ചു. അവര് പറഞ്ഞത്, ആദ്യകാലത്ത് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോകുമ്പോൾ 2 വസ്തുക്കൾ എന്റെ കയ്യിൽ കൊണ്ടുപോയിരുന്നു. അതിലൊന്ന്, ഞാൻ എല്ലാ തവണയും എന്റെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു ചെറിയ ഗണേശ വിഗ്രഹമാണ്. 2, ഞാൻ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ഒരു കൊച്ചു ഗീത പുസ്തകമാണ്. ബഹിരാകാശത്ത് ഞാൻ എല്ലാ ദിവസവും ആ ഗീത വായിച്ച് ആ ഗണേശ വിഗ്രഹത്തെ പ്രാർത്ഥിച്ച് എനിക്ക് എന്റെ പോസിറ്റീവ് എനർജി ഞാൻ എപ്പോഴും വീണ്ടെടുക്കുമായിരുന്നു. ഇത് ബഹിരാകാശത്തെ കാര്യമാണ് പറയുന്നത്. ഭൂമിയിലെ കമ്മ്യൂണിസ്റ്റുകാരോടാണ് ഞാൻ പറയുന്നത്. ഇത് ബഹിരാകാശത്ത് പോയാൽ പറഞ്ഞാണ്. ആ സുനിത വില്യംസിന് ബഹിരാകാശത്ത് പോലും പ്രേരണ നൽകിയ, പ്രചോദനം നൽകിയ, ഇൻസ്പിറേഷൻ നൽകിയ, അവർക്ക് സുപ്പീരിയോറിറ്റി കോമ്പസ്, ഉത്കർഷത്വം നൽകിയ ആ ഒരു ഗീതയും ഗണേശനും, ആ ഗീത പാടിയ കൃഷ്ണനെയും ഗണേശനെയുമാണ്, ഗണേശ കീർത്തനങ്ങളെയാണ്, ഗണേശ ഘോഷയാത്രയാണ്, ശ്രീകൃഷ്ണ ഘോഷയാത്രയാണ്. നിങ്ങൾ 150 കൊല്ലം കൊണ്ട് പരീക്ഷിച്ച് പരാജയപ്പെട്ട് ലോകം വലിച്ചെറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാനിവ്യവസ്ഥയെന്ന തുരുമ്പിച്ച പുസ്തകമായിട്ട് തടയാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയാ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് എവിടെയാ വിജയിക്കാൻ സാധിക്കുക? ലോകം വലിച്ചെറിഞ്ഞു കമ്മ്യൂണിസ്റ്റ് മാനിവ്യവസ്ഥ. ഇപ്പൊ ലോകത്ത് എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ? ചൈനയുണ്ടോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ടോ? റഷ്യ 70 കൊല്ലം നിന്നു, എന്താ സ്ഥിതി? പൊട്ടി പാളീസായില്ലേ? എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ? നിങ്ങൾ പറഞ്ഞ മുതലാളിത്തത്തിൽ നിന്ന് അവസാനം സോഷ്യലിസത്തിലൂടെ കമ്മ്യൂണിസത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഉണ്ടായോ? പട്ടാളമില്ലാത്ത, പോലീസ് ഇല്ലാത്ത, MP ഇല്ലാത്ത, MLA ഇല്ലാത്ത, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഇല്ലാത്ത, ചൂഷകരും ഇല്ലാത്ത, പീഡിപ്പിക്കുന്നവരും പീഡിപ്പിക്കപ്പെടുന്നവരും ഇല്ലാത്ത, അന്നത്തെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന സമത്വ സുന്ദരമായ ഒരു വ്യവസ്ഥയാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ലോകത്തെവിടെയെങ്കിലും ഒരു തരി മണ്ണിലെങ്കിലും ഈ കമ്മ്യൂണിസം ഉണ്ടോ? ഇല്ലല്ലോ. ആ റഷ്യയിൽ എന്തുകൊണ്ടാ സ്റ്റാലിന്റെയും എംഗൽസിന്റെയും നിങ്ങളുടെ ലെനിന്റെയും ഒക്കെ പ്രതിമകൾ, കൂറ്റൻ ക്രെയിനുകൾ കൊണ്ടുവന്ന് അവരുടെ പ്രതിമകൾ അവിടുത്തെ ജനങ്ങൾ തന്നെ ആ പ്രതിമകളെല്ലാം പിഴുതെടുത്ത് വോൾഗ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ചെങ്കൊടിയും വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ ചുവപ്പ് ആപ്പീസുകൾക്കെല്ലാം തീയിട്ട് കമ്മ്യൂണിസത്തെ വലിച്ചെറിഞ്ഞ് എടുക്കച്ചരക്കുപോലെ കാർക്കിട്ട് തുപ്പിയിട്ട് വലിച്ചെറിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ്? ലോകം മുഴുവനും വലിച്ചെറിഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ പറയോ ചൈനയിൽ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയോ? ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമാണ് ചൈന. ഇപ്പോ ആ ചൈനയും ഭാരതവുമായി, ഷീ ജിൻപിങ്ങുമായി, നരേന്ദ്രമോദിയുമായി ചർച്ചകൾ നടക്കുകയാണ്.
ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി വിഭാഗം നേതാക്കന്മാർ 5 വർഷം മുമ്പ് ഡൽഹിയിൽ വന്ന് ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ കാര്യാലയത്തിൽ വന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ 2 ദിവസം താമസിച്ചിട്ട് BMS നേതാക്കളോട് ഇവിടത്തെ തൊഴിൽ സംസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ, ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ആദർശത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി താമസിച്ച് പഠിച്ചു. കാലം മാറുകയാണ്. ഈ മാറ്റം നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്? അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി പഴയ കാലമല്ല, കുറച്ചും കൂടി ആഗോളതലത്തിലും, പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ആഗോളതലത്തിൽ ചിന്തിക്കുമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഇതുപോലൊരു പൊതുയോഗം തുടങ്ങിയാൽ അവർ ആഗോളതലത്തിലാണ് തുടങ്ങുക. അന്താരാഷ്ട്രം പറയും ആദ്യം, പിന്നെ ഇന്ത്യ പറയും, പിന്നെ സംസ്ഥാനം പറയും, പിന്നെയാണ് ചിറ്റാരിപ്പറമ്പിലേക്ക് എത്തുമ്പോഴത്തേക്ക് 2.5 മണിക്കൂർ കഴിയും. അവസാനം അവിടെ അവസാനിപ്പിക്കുക. ഇപ്പൊ അന്താരാഷ്ട്രം പറയുന്നുണ്ടോ? പറയുന്നില്ലല്ലോ. ഇപ്പോ ആഗോള സാഹചര്യം മിണ്ടുന്നില്ലല്ലോ. കാരണം എന്താണ്? അതെല്ലാം പൊളിഞ്ഞ് പാളിസായി. എന്നിട്ടും മാർക്സിസ്റ്റുകാരുടെ നമ്മൾ സമ്മതിക്കണം കേട്ടോ, ഇതെല്ലാം പൊളിഞ്ഞ് പാളിസായിട്ടും ലോകം മുഴുവനും തകർന്നിട്ടും ഭാരതം മുഴുവനും തോറ്റു തൊപ്പിയിട്ടിട്ടും ഇന്ത്യ മുഴുവൻ തകർന്നിട്ടും എന്നിട്ട് ഈ ചക്കച്ചെട്ട് പോലത്തെ ഈ കേരളത്തിൽ കൈപ്പക്ക പോലത്തെ ഈ സ്ഥലത്തേക്ക് ചുരുങ്ങിയ ഈ പാർട്ടിന്റെ ആളുകൾ അവരുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവമാണ്. മാർക്സിസ്റ്റുകാരെ കണ്ടിൽ പഠിക്കണം. ഈ ഒരു അവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര, ഏത് സാധനമായി ഇവർ അടിക്കുന്നത്, എന്താ ഇവരുടെ തലയിൽ അടിച്ച് കയറ്റിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അന്തം വിട്ടു പോകുന്ന, കുന്തം വിഴുങ്ങി പോകുന്ന പോലത്തെയുള്ള ഒരവസ്ഥയാണ്. മാർക്സിസ്റ്റുകാരൊക്കെ നടത്തം കണ്ടാൽ തോന്നി ഇവർ ലോകം ഭരിക്കുന്നവരാണ് എന്ന് തോന്നിയിട്ട് ഇങ്ങനെ ചിറ്റാരിപ്പൂർ ടൗണിലൂടെയൊക്കെ ഒരു നടത്തമില്ല, നെല്ലൊക്കെ വിരിച്ചിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഈ ലോക്കൽ കുട്ടി സഖാക്കന്മാരുടെ ഒരു നടത്തല്ലേ, ലോകം മുഴുവൻ എന്റെ കീഴിലാണെന്നുള്ള ഭാവത്തിലാണ് നടപ്പ്. ഇടം പൊളിഞ്ഞ് പാളിസായിട്ട് ലോകം മുഴുവൻ, രാജ്യം മുഴുവൻ ഉള്ളതെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ഇപ്പൊ ഈ നാട്ടില് കള്ളവോട്ട്, ഇപ്പൊ വോട്ട് ചോരി എന്നാണ് പറയും. എത്ര വോട്ടാണ് ചെയ്യരുത്, എത്ര കള്ളവോട്ടാ ചെയ്യരുത്? ഈ ചിറ്റാരിപ്പുറത്ത് മുതൽ ഏത് പ്രദേശത്ത് എടുത്തു നോക്കിയാൽ എത്ര വോട്ട് ചെയ്യും? നമ്മുടെ മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം അന്ന് വാവിനല്ല ഇവിടെയൊന്നും ആത്മാക്കൾ വരുന്നത്, തെരഞ്ഞെടുപ്പ് സമയത്താണ് ആത്മാക്കൾ കൂട്ടമായി വരിക. അങ്ങനെ മരിച്ച ആളുകൾ മുഴുവനും വന്ന് വോട്ട് ചെയ്യില്ലേ? മരിച്ച ആളുകൾ മുഴുവൻ വോട്ട് ചോദ്യത്തെ കുറിച്ച് ഇവർ പറയാൻ. AK ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കുറച്ച് പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ടാവും സംഭവം. MP രാഘവനുള്ള സമയത്ത്, MP രാഘവൻ അവസാനം